മലയാളം സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, എന്താണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കട്ടോ, അല്ലെങ്കിൽ വിട്ടുകളാ, അല്ലെങ്കിൽ അയ്യോ കഷ്ടമല്ലോ, അല്ലെങ്കിൽ ഞാൻ പെട്ടു മോനെ, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഫീലോട് കൂടി പറയണ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷിലും അതുപോലത്തെ കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഇങ്ങനത്തെ കുറേ നല്ല എക്സ്പ്രഷൻസ് പഠിക്കാം കേട്ടോ. ഇതൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളല്ല, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. അപ്പോൾ എളുപ്പം നമ്മുടെ സെൻറ്റൻസുകളുടെ ഇടയിലോ ഫ്രണ്ടിലോ ബാക്കിലോ ഒക്കെ ഇടാൻ പറ്റും. അപ്പോൾ നോക്കാം. ചില സമയത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ട്, കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല, അമ്മയോട് ചോദിച്ചാലും കിട്ടില്ല, എന്താ ചെയ്യാമെന്ന് ഒരു രൂപമില്ലല്ലോ, അത് കഴിഞ്ഞിട്ടോ അത് പോട്ടെ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ള രീതിയിൽ അത് പോട്ടെ എന്ന് പറയില്ലേ. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന സംഭവമാണ് എനിവേസ്. എനിവേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുതിയൊരു കാര്യം സംസാരിക്കാൻ തുടങ്ങാം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാട് പറഞ്ഞിട്ട് എനിവേസ് നമുക്ക് വേറൊരു കാര്യം തീരുമാനിക്കാം. അതിപ്പോൾ ഈ പറയണ ആൾ തന്നെ എനിവേസ് എന്ന് പറയണമെന്നില്ല, കേട്ടോണ്ടിരിക്കുന്ന ആൾ തന്നെ അയ്യോ എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല, അത് കഴിഞ്ഞ് ടോപ്പിക്ക് മാറ്റാം. എനിവേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുതിയൊരു കാര്യം പറയാം. അപ്പോൾ എനിവേസ്. ഇനി ചില സമയത്ത് ഒരു ഉദാഹരണം പറയാം. നമ്മളിങ്ങനെ ആരെങ്കിലും കുറിച്ച് ഇങ്ങനെ വിചാരിക്കാം, അവളോടാണെങ്കിൽ പറഞ്ഞാലും കേൾക്കുന്നില്ല, അവൾ തോന്നിവാസേ ചെയ്യണുള്ളൂ, തന്നിഷ്ടം മാത്രമേ കാണിക്കുള്ളൂ, എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് പറയില്ലേ. അങ്ങനെ പറയാൻ വേണ്ടി വാട്ട് എവർ, എന്തെങ്കിലും ആവട്ടെ, ഞാനതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കില്ല, വാട്ട് എവർ. അപ്പോൾ ഈ വാക്കുകൾ വാട്ട് എവർ, ഒറ്റ വാക്കാണ് വാട്ട് എവർ. പക്ഷെ പറയുമ്പോൾ വാട്ട് എവർ എന്ന് പറയില്ല, വാട്ട് എവർ. ആ ടി ഭയങ്കര ലോ ആയിട്ടാണ് പറയുക, സൗണ്ട് കുറവായിരിക്കും. ഡിയുടെ സൗണ്ടാണ് ഏകദേശം കേൾക്കുക, വാട്ട് എവർ വാട്ട് എവർ. അങ്ങനെ ഒന്ന് പറഞ്ഞ് ശീലിച്ചോളൂ. കാരണം അങ്ങനെ നമ്മൾ പ്രൊനൗൺസിയേഷൻ കൂടെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പഠിച്ചിട്ട് പോവാം കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണേ, എനിക്ക് പുതിയൊരു ജോലി കിട്ടി, അപ്പോൾ നമുക്ക് നല്ല കാര്യമാണല്ലോ, അങ്ങനെ നല്ല കാര്യം അങ്ങനെ പറയില്ല, ഗുഡ് ഫോർ യു, അങ്ങനെ ഒരു സംഭവമുണ്ട്, ഗുഡ് ഫോർ യു. അല്ലെങ്കിൽ ഒരാൾ പറയാണ് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു, നല്ല കാര്യമാണല്ലോ, ഗുഡ് ഫോർ യു, നല്ലൊരു കാര്യമാണെന്നുള്ള രീതിയിൽ ഗുഡ് ഫോർ യു അങ്ങനെ പറയും, ഗുഡ് ഫോർ യു. അതുപോലെ അറിയിക്കൂട്ടോ എന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ട് കീപ് മീ പോസ്റ്റഡ്. എവിടെയെങ്കിലും പോവുകയാണ്, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്, ചെന്നിട്ട് എന്താവും നമുക്കറിയില്ല, അപ്പോൾ അറിയിക്കൂട്ടോ എന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ട് കീപ് മീ പോസ്റ്റഡ്. ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റഡ് അല്ല, പോസ്റ്റഡ്. ഓ എന്നുള്ള സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ, പോ അല്ല പോ, കീപ് മീ പോസ്റ്റഡ്. അതുമാതിരി തന്നെ നമ്മൾ ഈ ആൾക്കാരൊക്കെ നല്ല വിറ്റൊക്കെ പറഞ്ഞാൽ സാധാരണ ഇംഗ്ലീഷുകാർ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന കേട്ടോ, അല്ലെങ്കിൽ കോൺവെർസേഷൻസിലൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ്. ഈ ആരെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ ഇരിക്കും, നല്ല വിറ്റ് പറഞ്ഞു, നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ലൊരു വിറ്റ് പറഞ്ഞത്, ഗുഡ് വൺ ഗുഡ് വൺ, നല്ല സംഭവമായിരുന്നു, അത് പറഞ്ഞത് നന്നായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഗുഡ് വൺ ഗുഡ് വൺ ഗുഡ് വൺ എന്ന് പറയാം. അല്ലെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് വൺ, അതൊരു നല്ലൊരെണ്ണമായിരുന്നു, നല്ലൊരു വിറ്റായിരുന്നു എന്ന് പറയാൻ വേണ്ടി ദാറ്റ്സ് എ ഗുഡ് വൺ അങ്ങനെ പറയാം കേട്ടോ. അതുമാതിരി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ഒരു എക്സാം എഴുതാനോ അല്ലെങ്കിൽ അതുമാതിരി എന്തെങ്കിലും ഒരു പരീക്ഷണം നമുക്ക് ഉണ്ടാവാൻ പോവാണ്, അപ്പോൾ അത് നന്നായിട്ട് വരട്ടെ, നമ്മൾ നന്നായിട്ട് ലക്ക് ഉണ്ടാവട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫിംഗേഴ്സ് ക്രോസ്ഡ്, ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പറയും ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നന്നായിട്ട് വരട്ടെ, എല്ലാ ഭാവുകങ്ങളും എന്ന് പറയുന്നൊരു ഫ്രേസാണ് ഫിംഗേഴ്സ് ക്രോസ്ഡ്. അല്ലെങ്കിൽ ഇങ്ങനെ ഐ കീപ് മൈ ഫിംഗേഴ്സ് ക്രോസ്ഡ്, എല്ലാം നന്നായിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് ഐ കീപ് മൈ ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്തിട്ട് അത് പറയാം കേട്ടോ. ഇവിടെ ജർമ്മനിയിലെ ആൾക്കാർ ഇങ്ങനെ തമ്പിങ്ങനെ അമർത്തി വെച്ചിട്ടാണ് ഇത് എക്സ്പ്രസ് ചെയ്യുക. ഫിംഗേഴ്സ് ക്രോസ്ഡും പറയും, പക്ഷേ ഇങ്ങനെ ഒരു രീതിയുണ്ട്, നിങ്ങൾ ഫിംഗേഴ്സ് ക്രോസ്ഡ് അത് ഉപയോഗിച്ചാൽ മതി. ഇനി വേറൊരു കേസ് പറയാം കേട്ടോ. നമ്മൾ ഒരാളെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ബോധിപ്പിച്ചു, ഇത് ഇങ്ങനെ ആയതുകൊണ്ട് അത് അങ്ങനെയാണ്, അപ്പോൾ നിനക്ക് ഇങ്ങനെ മനസ്സിലാക്കണം, അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് കൺഫ്യൂഷനായി, ഇതിലിപ്പോൾ എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്, അങ്ങനെ ഒരു കൺഫ്യൂഷനാണേ. അപ്പോൾ നമ്മൾ പറയാം നീ ചിന്തിക്ക്, നീ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്ക്, അങ്ങനെ പറയില്ലേ. അതിന് വേണ്ടിയിട്ട് സ്ലീപ്പ് ഓൺ ഇറ്റ്, കുറച്ച് സമയം എടുത്തിട്ട് അത് ചിന്തിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് സ്ലീപ്പ് ഓൺ ഇറ്റ്, കുറച്ച് നേരം അതിൻ്റെ മുകളിൽ ഉറങ്ങുക എന്നാണ് അതിൻ്റെ ആ ലിറ്ററലായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ വരിക. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ ഒന്ന് സമയം എടുത്ത് ചിന്തിക്കുക. ഇപ്പോൾ ഒരാൾ പറയണ ഐ ഡോണ്ട് നോ ഇഫ് ഐ ഷുഡ് ഗോ ഫോർ ഹയർ സ്റ്റഡീസ് ഓർ ഇഫ് ഐ ഷുഡ് ലുക്ക് ഫോർ എ ന്യൂ ജോബ്. ഒരു ജോലി വേണമെന്നോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകണമെന്നോ എനിക്കറിയില്ല, കൺഫ്യൂഷനാണെന്ന് പറഞ്ഞാൽ സ്ലീപ്പ് ഓൺ ഇറ്റ്, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ചിന്തിച്ച് നീ തീരുമാനിക്കുക, സ്ലീപ്പ് ഓൺ ഇറ്റ്. ഇനിയിപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ റിഗ്രറ്റ്സ് പറയാം, അപ്പോൾ നമ്മൾ പറയില്ല വിട്ടുകളാ. ഉദാഹരണം പറഞ്ഞാൽ, കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് മിസ്സാവില്ലായിരുന്നു, ഞാൻ വീട്ടിൽ നിന്ന് ഒരിത്തിരി നേരത്തെ ഇറങ്ങിയിരുന്നുവെങ്കിൽ, ഇഫ് എങ്കിൽ, ഐ ഹാഡ് ലെഫ്റ്റ് ഹോം. ലീവ് ഹോമിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ലെഫ്റ്റ് ഹോം. ലീവ് എന്ന് വെച്ചാൽ ഇറങ്ങുക, ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് ലെഫ്റ്റ് ഹോം എ ബിറ്റ് ഏർലി, ഒരിത്തിരി നേരത്തെ, എന്തായിരുന്നു സംഭവിക്കുക? ഐ വുഡൻറ്റ് ഹാവ് മിസ്ഡ് ദ ഫ്ലൈറ്റ്, ഞാൻ എൻ്റെ ഫ്ലൈറ്റ് മിസ് ചെയ്യില്ലായിരുന്നു, എനിക്ക് മിസ്സാവില്ലായിരുന്നു. ഐ വുഡൻറ്റ് ഹാവ് മിസ്ഡ് ദ ഫ്ലൈറ്റ്. അപ്പം അങ്ങനെ പറയുമ്പം ലെറ്റ് ഇറ്റ് ഗോ, പോട്ടെ,
ഇനിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ലെറ്റ് ഇറ്റ് ഗോ. പറയുമ്പോൾ ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ഫുൾ കേൾക്കാൻ പറ്റില്ല, ലെറ്റ് ഇറ്റ് ഗോ. ഇതൊരു പാട്ടുമുണ്ട്, ഫ്രോസൺ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിൽ ലെറ്റ് ഇറ്റ് ഗോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഇതുമാതിരി ആൾക്കാർ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് ടേക്ക് ഇറ്റ് ഈസി. അത് റിലാക്സ് ചെയ്യും, കുഴപ്പമില്ല, സാരില്ല, ടേക്ക് ഇറ്റ് ഈസി. അതുമാതിരി വേറൊരു സിറ്റുവേഷനെ, നമ്മുടെ നെയ്ബേഴ്സ് സ്ഥലം മാറി പോവാം. അപ്പോൾ നമ്മളടുത്ത് കോൺടാക്റ്റ് വെക്കണം കേട്ടോ, പോയാലും കത്തൊക്കെ എഴുതണേ, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് വിട്ടു പോരുത്, ഇടയ്ക്ക് വിളിക്കണേ എന്നൊക്കെ പറയില്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് സ്റ്റേ ഇൻ ടച്ച് അല്ലെങ്കിൽ കീപ്പ് ഇൻ ടച്ച്. ടച്ച് എന്ന് വെച്ചാൽ തൊടുക. അപ്പോൾ തൊടാൻ വേണ്ടിയിട്ടല്ല പറയണത്, പോയാലും വിളിക്കുക അല്ലെങ്കിൽ കത്ത് ഇടപാടുകൾ ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കീപ്പ് ഇൻ ടച്ച് അല്ലെങ്കിൽ സ്റ്റേ ഇൻ ടച്ച് അങ്ങനെ പറയാം. അതുമാതിരി തന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ, അത് കാരണമാണ് ഇത് സംഭവിച്ചത്, ഷെടാ അപ്പോൾ അതായിരുന്നില്ലേ കാരണം, അങ്ങനെ പറയില്ലേ. അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ പറയാം ദാറ്റ് എക്സ്പ്ലെയിൻസ് ഇറ്റ്. അത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അങ്ങനെയാണ് ലിറ്ററലി ട്രാൻസ്ലേഷൻ വരിക. നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഷെടാ അത് കാരണമാണല്ലേ ഇത് സംഭവിച്ചത്, അതായിരുന്നില്ലേ കാരണം, അങ്ങനെ ദാറ്റ് എക്സ്പ്ലെയിൻസ് ഇറ്റ്, ദാറ്റ് എക്സ്പ്ലെയിൻസ് ഇറ്റ്. അതുമാതിരി ഒരു ഫ്രേസ് ഉണ്ട്, ദേ യു ഗോ. ഈ ദേ യു ഗോ എന്നൊക്കെ ആൾക്കാർ കോമൺ ആയിട്ട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞുതരാം, നമ്മൾ റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും ഓർഡർ ചെയ്തു, അപ്പോൾ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ് അവർ കൊടുത്തത്, അപ്പോൾ ദേ യു ഗോ, നിൻ്റെ പിടിച്ചോ, ദേ യു ഗോ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നിട്ട് അത് കിട്ടുകയാണെങ്കിൽ നമുക്കിങ്ങനെ ദേ യു ഗോ, കിട്ടിയില്ലേ നിനക്ക്, നീ വിചാരിച്ച സാധനം നിനക്ക് കിട്ടി, ദേ യു ഗോ അങ്ങനെ പറയാം, ദേ യു ഗോ. അതുമാതിരി വേറൊരു എക്സ്പ്രഷൻ, ഇപ്പോൾ മലയാളത്തിലൊരു എക്സ്പ്രഷൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിങ്ങനെ ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമല്ലേ, ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ, അങ്ങനെ പറയില്ലേ. ഇത് വളരെ സിമ്പിളാണ്, ഇതിന് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇറ്റ്സ് എ നോ ബ്രെയിനർ. ബ്രെയിൻ ഉപയോഗിക്കേണ്ട സാധനമല്ല, അങ്ങനെ ഇറ്റ്സ് എ നോ ബ്രെയിനർ. ആർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഇത് തീരുമാനിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ് എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ദാറ്റ്സ് എ നോ ബ്രെയിനർ. നോ ബ്രെയിനർ. അപ്പോൾ ഒരു സിറ്റുവേഷൻ പറയാം. നമ്മൾ കുറേ ബിരിയാണി വെച്ചു, അപ്പോൾ കുറച്ച് എക്സ്ട്രാ ആയിപ്പോയി. അപ്പോൾ നമ്മളിങ്ങനെ പറയാം, വാട്ട് വിൽ ഐ ഡു വിത്ത് ദ എക്സ്ട്രാ ബിരിയാണി. കുറേ ബിരിയാണി ആയിപ്പോയി, എക്സ്ട്രാ ആയിപ്പോയി, വാട്ട് വിൽ ഐ ഡു വിത്ത് ദ എക്സ്ട്രാ ബിരിയാണി. അപ്പോൾ അത് കേട്ടാൽ നമ്മളെ ഫ്രണ്ട് പറയാം, അയ്യോ ദാറ്റ്സ് എ നോ ബ്രെയിനർ, ഐ ഈറ്റ് ഇറ്റ്. അയ്യോ അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, ഞാൻ തിന്നോളാം. ദാറ്റ്സ് എ നോ ബ്രെയിനർ. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട പോലും കാര്യമില്ല, ദാറ്റ്സ് എ നോ ബ്രെയിനർ അങ്ങനെ പറയാം. ഇനി വേറൊരു സിറ്റുവേഷൻ പറയാം. നമ്മൾ ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളിങ്ങനെ കൺഫ്യൂഷനാണ്, ഇതും നല്ല ഫോണാണ്, ഇതും നല്ല ഫോണാണ്, ഏതാ വാങ്ങിക്കുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയാം, വൺസ് യു കമ്പയർ ദ പ്രൈസ് ടാഗ്സ് ഇറ്റ്സ് എ നോ ബ്രെയിനർ. എനിക്ക് രണ്ടും ഇഷ്ടമായി, ഇനി നീ വില കമ്പയർ ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാവില്ല. വൺസ് യു കമ്പയർ ദ പ്രൈസ് ടാഗ്സ്, അതിൻ്റെ പ്രൈസ് ടാഗുകൾ, വില എഴുതിയ സാധനമാണ് പ്രൈസ് ടാഗ്, അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അത് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ നോ ബ്രെയിനർ. ഇതിന് തീരുമാനിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി ഞാൻ പെട്ടു, ആകെ പെട്ടു അങ്ങനെ പറയില്ലേ, അതിന് ഐ എം സ്ക്രൂഡ്. ഓർമ്മയുണ്ടോ നമ്മുടെ തട്ടത്തിൻ മലയത്തിൽ അജു വർഗീസ് പറയുന്നുണ്ട് സ്ക്രൂ, ആ സംഭവമാണ്. ഐ എം സ്ക്രൂഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടു, ഐ എം ഇൻ ട്രബിൾ, ഞാൻ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുപോലെ നീ പെട്ടു എന്ന് പറയാം, നിൻ്റെ കാര്യം പോക്കാണെന്നുള്ള അർത്ഥത്തിൽ യു ആർ സ്ക്രൂഡ്, ഡ്യൂഡ് യു ആർ സ്ക്രൂഡ് അങ്ങനെ പറയാം. അതുമാതിരി അടുത്ത ഫ്രേസ് ഇത് എപ്പോഴും ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ എന്ന് വെച്ചാൽ, അയ്യോ മഴ പെയ്യുന്നുണ്ട് കുട എടുത്തില്ല, കഷ്ടമായല്ലോ അങ്ങനെ പറയില്ലേ, ചെറിയ ചെറിയ വിഷമങ്ങൾ, അതിനൊക്കെ നമ്മൾ ബമ്മർ എന്ന് പറയും, BUMMER ബമ്മർ. ബമ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ കഷ്ടമായല്ലോ അങ്ങനെ ഒരർത്ഥം. ബമ്മ സാഡ് അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഉദാഹരണത്തിന് ഇറ്റ്സ് റെയിനിങ് ആൻഡ് ഐ ഫൊഗോട്ട് മൈ അംബ്രല്ല. മഴ പെയ്യുന്നുണ്ട്, ഇറ്റ്സ് റെയിനിങ് ആൻഡ് ഐ ഫൊഗോട്ട് മൈ അംബ്രല്ല, ഞാൻ എൻ്റെ കുട മറന്നുപോയി. അപ്പോൾ അത് കേട്ടോണ്ടിരിക്കണ നമുക്കൊന്നില്ലെങ്കിൽ ബമ്മർ എന്ന് പറയാം, അല്ലെങ്കിൽ വാട്ട് എ ബമ്മ, എന്തൊരു കഷ്ടമാണ് ഇതെന്നുള്ള രീതിയിൽ ബമ്മ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഐ ജസ്റ്റ് മിസ് മൈ ട്രെയിൻ, എൻ്റെ ട്രെയിൻ എനിക്ക് മിസ്സായി, അപ്പോൾ ബമ്മ എന്ന് പറയാം, അയ്യോ കഷ്ടമായല്ലോ ബമ്മ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണു. നിങ്ങൾ ഇങ്ങനത്തെ ഫ്രേസസ് ഒക്കെ ഉണ്ടല്ലോ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കണേ. ഇപ്പോൾ വീട്ടിൽ കുട്ടികളെങ്ങാനും കുറച്ചധികം നേരം കിടന്നുപോയി, എന്നിട്ട് അയ്യോ ലേറ്റായി പോയാലോ എഴുന്നേറ്റപ്പോൾ അവൻ എനിക്ക് വേണ്ടി കാത്തുനിൽക്കുന്നുണ്ടാവും. അപ്പോൾ വീട്ടിലൊക്കെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നോക്കിയിട്ട് ബമ്മ എന്നിട്ട് നടന്നു പോവാം. അപ്പോൾ അവൻ വിചാരിക്കും ഇതെന്താ സംഭവം എന്ന്. അങ്ങനെ ഡെയിലി ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. അതുവരേക്കും ബൈ.